എപിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ മൊബൈലിൽ ഇതുപോലെ ഒരുപാട് ആപ്പുകൾ യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഇതിൽ പല ആപ്പുകളും ഡാറ്റ ചോർത്താറുണ്ട്. അപ്പോൾ അത് ഏതെല്ലാം ആപ്പുകളാണെന്ന് അറിയട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള പെർമിഷൻ ചോദിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ പെർമിഷൻ കൊടുക്കാറുണ്ട്. ഇങ്ങനെ പെർമിഷൻ കിട്ടുമ്പോൾ പല ആപ്പുകളും കയറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഫോണിന്റെ സെറ്റിംഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഓപ്പൺ ആയ പേജ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് ഗൂഗിളിന് കാണാൻ സാധിക്കും. അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇനി ഈ ഓപ്പൺ ആയ പേജ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആൾ സർവീസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഓപ്പൺ ആയ പേജ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് ഫോർ ഗൂഗിൾ ആപ്പ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഈ ഓപ്പൺ ആയ പേജിൽ ഏറ്റവും മുകളിലായിട്ട് കണക്റ്റഡ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ആപ്പുകൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഡേറ്റ ചോർത്തുന്ന തരത്തിലുള്ള ആപ്പുകളാണ് ഇവിടെ കയറി പറ്റുന്നതല്ല. അപ്പം നമുക്കിത് ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ആയ പേജ് നമുക്ക് സ്വല്പം മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെയായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ആയ പേജിൽ ഇവിടെ കൺഫേം എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വീണ്ടും നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഡിലീറ്റ് ആയി കഴിഞ്ഞു. നമുക്കിത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം. നമ്മൾ ഡിലീറ്റ് ചെയ്ത ആപ്പ് ഇവിടുന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. ചില മൊബൈലിൽ ഇതുപോലെ ഒരു ആപ്പുകളും കടന്നുകൂടിയിട്ടില്ലെങ്കിൽ ആ മൊബൈൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ചില മൊബൈലിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടാൽ അത് കണ്ടെത്താൻ വേണ്ടി സഹായിക്കും. ഇനി നമ്മളിവിടെ മൂന്നാമതായിട്ട് കാണുന്ന ഇതിവിടെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ സീരിയസ് ആയിട്ട് ഒരു കാര്യം കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയായിട്ട് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം കൺഫേമിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഡിലീറ്റ് കൺഫേം ആയിട്ട് അതും ഇവിടെ ഡിലീറ്റ് ആയി കഴിഞ്ഞു. നിങ്ങളെ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു ആപ്പ് മാത്രമായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇനി ഈ ആപ്പ് നമ്മൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ അത് നമ്മുടെ മൊബൈലിൽ നിന്ന് ഫുള്ളായിട്ട് ഡിലീറ്റ് ആയിപ്പോയി എന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിവിടെ ഡിലീറ്റ് ചെയ്തത്. ആദ്യം തന്നെ ഇവിടെ ആ ആപ്പ് കാണിച്ചിരുന്നു. ആ ആപ്പ് അവിടെ ഡിലീറ്റ് ചെയ്തപ്പോൾ ഇവിടെയും ഡിലീറ്റ് ആയി. ഇവിടെ എല്ലാം ഡിലീറ്റ് ആയി പോയിട്ടും ഈ ആപ്പ് ഡിലീറ്റ് ആവാതിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ആപ്പ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് പ്രത്യേകമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനായിട്ട് ആദ്യം തന്നെ മൊബൈലിന്റെ സെറ്റിംഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ആയ പേജ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് താഴെയായിട്ട് ഗൂഗിൾ കാണാൻ സാധിക്കും. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഇവിടെയായിട്ട് ആൾ സർവീസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെയും ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇനി ഈ ഓപ്പൺ ആയ പേജിന്റെ താഴെയായിട്ട് സെറ്റിംഗ് ഫോർ ഗൂഗിൾ ആപ്പ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇനി ഈ ഓപ്പൺ ആയ പേജിന്റെ ഏറ്റവും മുകളിലായിട്ട് കണക്റ്റഡ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച ആപ്പ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മൊബൈൽ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പ്രൂഫ് സഹിതം ഇത് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മൊബൈലിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ വാട്സപ്പ് സഹിതം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ആപ്പുകളൊക്കെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ആപ്പുകൾ ഡാറ്റ ചോർത്തുന്നു എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.